ഹായ് നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മരം വെട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മഴക്കാലമൊക്കെയാണ്, ശക്തമായ കാറ്റുകൾ ഊതി കഴിയുമ്പോൾ മരം മറിഞ്ഞു വീഴാൻ സാധ്യത. അങ്ങനെ മരം മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ പെട്ടെന്ന് സഡൻലി ഒരു ചെയിൻസോ നോക്കി തപ്പിപ്പോവും, ചെയിൻസോ കൊടുക്കും. ചെയിൻസോ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാകുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ചെയിൻസോ സ്റ്റാർട്ടാകാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്റ്റാർട്ടാകായി വന്നു കഴിഞ്ഞാൽ ചെയിൻസോയിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം, ഏതൊക്കെ വശങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ പാർട്ടായ പ്ലഗ് നമ്മൾ ഊരിയെടുത്തിട്ട് അതിനുള്ള അഴുക്കുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അഴുക്കുണ്ടാവാം, അതുപോലെ തന്നെ അത് കൂട്ടിമുട്ടിയിരിക്കാം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു സംഭവമുണ്ട്, പ്ലഗിൻ്റെ സ്പേസ്. ഇതാ ഈ കാണുന്ന പ്ലഗിൻ്റെ സ്പേസ് ഒരു 0.78 mm ഈ ഒരു സ്പേസ് ആയിരിക്കുന്നത്. പ്ലഗിൻ്റെ സെൻറ്ററിലെ ടിപ്പ്, ഈ ടിപ്പ് ലൂസാണെന്ന് നോക്കണം. ചിലതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഈ ടിപ്പ് നീങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ചിലത് നമ്മൾ ശ്രദ്ധിക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പ് ലൂസായിരിക്കും. അപ്പോൾ ടിപ്പ് ലൂസായി കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിയിട്ട് ഇത് മുട്ടിയിരിക്കും. ഇതായത് ഇങ്ങനെ ഷോർട്ടായിട്ടിരിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഗ്യാപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇത് ലൂസ് ഉണ്ടോ എന്നും കൂടി മെയിനായിട്ട് നോക്കണം. കാരണം ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് ഈ ടിപ്പ് ലൂസാ ഉണ്ടെന്നുള്ളത്. ഇനി രണ്ടാമത് നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് വരണ്ടോ എന്ന് നോക്കണം. പ്ലഗ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോയിലിൽ കൊടുക്കുക. കോയിലിൽ കൊടുത്തതിന് ശേഷം ഇത് വെറുതെ ഒന്ന് വലിച്ചു നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇഗ്നീഷൻ കോയിലിൽ നിന്ന് കറണ്ട് വരണം, ചെറുതായിട്ട് ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ പ്ലഗും അതേപോലെ കറണ്ടും ഇതെല്ലാം ഓക്കെ ആണ് എങ്കിൽ പിന്നെ മൂന്നാമത് നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളാണ് നമ്മുടെ മെയിൻ. പെട്രോള് ഫസ്റ്റ് തന്നെ നമ്മൾ പെട്രോൾ അതിനകത്ത് ടാങ്ക് തുറന്ന് നോക്കണം. ടാങ്കിനകത്ത് വെള്ളമുണ്ടോ, അതുപോലെ പെട്രോളിൽ വേറെ എന്തെങ്കിലും മിക്സ് ആയിട്ടുണ്ട്, അതായത് മണ്ണെണ്ണ മിക്സ് ചെയ്യുക. പല ആൾക്കാരും പല സ്റ്റൈലുകളായിരിക്കും. അപ്പോൾ പെട്രോളിൽ വെള്ളം വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ പെട്രോളിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കണം. അതായത് മൊത്തം ടാങ്കിൽ നിന്ന് നമ്മൾ ഊറ്റി മാറ്റുക. എന്നിട്ടത് കുപ്പിയിൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം ഊറി അടിയിൽ മുകളിലായിട്ട് വരും. അങ്ങനെ വരണുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം പെട്രോളിൽ വെള്ളമൊന്നുമില്ല, ഓക്കെയാണ് എന്നുള്ളൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വരണുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ പെട്രോളിൻ്റെ ഓസ് കാർബറേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ പതിയെ മുകളിലേക്ക് വന്നം, അത് വരണുണ്ടോ എന്ന് നോക്കുക. അത് വന്നില്ല എങ്കിൽ പെട്രോൾ ഓസ് കംപ്ലൈൻ്റ് ആയിരിക്കും. പെട്രോൾ ഓസ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ, അതായത് കംപ്ലൈൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ലീക്ക് വരിക, ഡാമേജ് ആവുക. അപ്പോൾ ചെറുതായിട്ട് പുറത്തേക്ക് ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ എയർ കയറുകയും ചെയ്യും. അപ്പോൾ അത് വർക്ക് ചെയ്യൂല. പെട്രോൾ ഓസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡാമേജ് ഒന്നുമില്ല, പെട്രോൾ വരണുണ്ട് എങ്കിൽ പിന്നെ അഞ്ചാമത് നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ വഴി ഓവർഫ്ലോ കയറിക്കൊണ്ടിരിക്കും. ഓവർഫ്ലോ വല്ലത് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് വേറെ സംഭവം പറഞ്ഞുതരാം. നോർമലി എല്ലാവരും കാർബറേറ്റർ ട്യൂൺ ചെയ്യാൻ നോക്കും. ഇത് കണ്ടു കഴിയുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ കാർബറേറ്റർ ട്യൂണിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കമ്പനി. ആ ട്യൂണിങ്ങിൽ നമ്മൾ അത് ഡിസോർഡർ ആക്കരുത്. കാരണം അതങ്ങനെ പെട്ടെന്നൊന്നും തേയ്മാനം വരികയോ ട്യൂണിങ് മാറിപ്പോവുകയോ ആകൂല. അപ്പോൾ അതാരും കാർബറേറ്ററിൽ ട്യൂണിങ് ആരും ചെയ്യരുത്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആദ്യം നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കാവൂ. അപ്പോൾ പിന്നെ അഞ്ചാമത്തെ വന്ന സംഭവം എന്ന് വെച്ചാൽ ഓവർഫ്ലോ കയറിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണം. ഓവർഫ്ലോ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്ലഗ് അഴിക്കുക. പ്ലഗ് അഴിച്ചതിന് ശേഷം നമ്മൾ പ്ലഗ് ഊരിയതിന് ശേഷം നേരെ ഇതിപ്പോൾ ഈ പ്ലഗ് അഴിച്ചതിന് ശേഷം ഈ പ്ലഗ് ഊരിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കമത്തി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ സ്റ്റാർട്ടർ നമ്മൾ വലിച്ച് വെറുതെ ഫ്രീ ആയിട്ട് ഒരു 5-6 പ്രാവശ്യം വലിച്ച് കഴിയുമ്പോഴേക്കും സിലിണ്ടർ സെറ്റിൻ്റെ ഉള്ളിൽ, അതായത് ചേമ്പറിൻ്റെ ഉള്ളിൽ കുറേ പെട്രോൾ കിടപ്പുണ്ടാവും ഓവർഫ്ലോ കയറിയിട്ട്. അതെല്ലാനും അടിച്ച് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയതിന് ശേഷം നമ്മൾ പ്ലഗ് ഇടുക. ശരിക്കും ക്ലിയറായിട്ട് അടിച്ച് പുറത്ത് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ വരണുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അടിക്കണം. അതടിച്ച് ഫുള്ള് ചേമ്പറിൽ നിന്ന് കംപ്ലീറ്റ് ഇറങ്ങി പോയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവില്ല. ഇതെല്ലാം സ്റ്റാർട്ടായതിന് ശേഷം നമ്മൾ പ്ലഗ് ഇടുക. പ്ലഗ് ഇട്ടിട്ട് സ്റ്റാർട്ടാക്കുക. എന്നിട്ടും അത് സ്റ്റാർട്ടാവുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെയിൻസോൻ്റെ ചോക്ക് ഇട്ടാണ് നമ്മൾ നോർമലി സ്റ്റാർട്ടിങ് തുടക്കം വന്നത്. അതങ്ങനെ ചെയ്തത് നേരെ ചോക്ക് ഓഫ് ചെയ്യുക. എൻജിൻ്റെ നമ്മൾ ഓണാക്കുക, എൻജിൻ സ്വിച്ച് നേരെ ഓണാക്കുക.
എന്നിട്ട് ആക്സിലേറ്റർ ത്രോട്ടിൽ ഫുള്ളായിട്ട് ഞെക്കി പിടിക്കുക. എന്നിട്ട് സ്റ്റാർട്ടർ നമ്മൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംഭവം ചെയ്യുക. അതിനകത്ത് സ്റ്റാർട്ടായിരിക്കണം. അതിനകത്ത് സ്റ്റാർട്ടായില്ല എങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് നോർമൽ പ്രോബ്ലംസ് ആയിരിക്കില്ല, മേജറായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. അതായത് സിലിണ്ടർ സെറ്റ് ലീക്കായി പോവുക, കംപ്ലൈൻ്റ് ആവുക, ഡാമേജ് ആകുക. അതല്ലെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ്, അതായത് നമ്മുടെ ട്യൂണിങ്, കാർബറേറ്റർ ട്യൂണിങ്, അങ്ങനെ സംഭവങ്ങളൊക്കെ പോയതായിരിക്കാം. അല്ലെങ്കിൽ കാർബറേറ്ററിൽ അഴുക്ക് കയറുന്നിട്ടും ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയിൻസോൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരാം. അപ്പോൾ വീഡിയോ ഞാൻ അവിടെ ക്ലോസ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.